ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. ഇത് പാർട്ട് 5 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസ് യൂഷ്വൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 126. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം. അപ്പോൾ 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലൻഡ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, സ്വീഡൻ. സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, തിരുവനന്തപുരം. തിരുവനന്തപുരത്തിലാണ് കേരളത്തിലെ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. അപ്പോൾ നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്നതാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, നിലാവ്. നിലാവാണ് നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, MT നിള. MT നിള എന്നതാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിലാവ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര് MT നിള. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത്? ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 75. ഡോക്ടർ പൽപുവിൻ്റെ 75ാം ചരമവാർഷികമാണ് 2025 ആചരിച്ചത്. 11ാമത്തെ ക്വസ്റ്റ്യൻ,
ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേര്. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നതാണ് KS മണിലാലിൻ്റെ മുഴുവൻ പേര്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത് എന്ന് ചോദിച്ചാൽ 75ാം ചരമവാർഷികം. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി OR കേളു. OR കേളുവാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. 14ാമത്തെ ക്വസ്റ്റ്യൻ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നത് എന്ന്? വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നത് എന്ന്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 2024 ജൂലൈ 30. 2024 ജൂലൈ 30-നാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. അപ്പോൾ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് OR കേളു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നോർത്ത് പറവൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് നോർത്ത് പറവൂർ. 17ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം. 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒഡീഷ. ഒഡീഷയാണ് 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം. 18ാമത്തെ ക്വസ്റ്റ്യൻ. 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകൻ. 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് നോർത്ത് പറവൂർ. 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ. 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. 19ാമത്തെ ക്വസ്റ്റ്യൻ. സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു? സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 3. സിയാച്ചിൻ സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. 20ാമത്തെ ക്വസ്റ്റ്യൻ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ്? കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി SK വസന്തൻ. SK വസന്തൻ്റെ പുസ്തകമാണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും. 21ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ജയശ്രീ. ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി.
അപ്പോൾ സിയാച്ചിൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം രചിച്ചത് SK വസന്തൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറിയാണ് J. ജയശ്രീ. 22ാമത്തെ ക്വസ്റ്റ്യൻ, വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, തമിഴ്നാട്. തമിഴ്നാടാണ് വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് നിറത്തിലുള്ള കവറിൽ നൽകണം എന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചത്? ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് നിറത്തിലുള്ള കവറിൽ നൽകണമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, നീല. നീല നിറത്തിലുള്ള കവറിലാണ് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകേണ്ടത്. അപ്പോൾ വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് നിറത്തിലുള്ള കവറിൽ നൽകണമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചത്? നീല നിറത്തിലുള്ള കവറുകളിൽ. 24ാമത്തെ ക്വസ്റ്റ്യൻ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനം. 25ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2024 ഓഗസ്റ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2024 ഓഗസ്റ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്